അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ പഠിക്കുക, മുസ്ലിമീങ്ങൾ നിങ്ങൾ പഠിക്കുക, അള്ളാഹിൻ്റെ ദീനങ്ങൾ പഠിക്കുക. നിങ്ങൾ ഈ കണ്ട രാഷ്ട്രീയവും ഈ ആഗോള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാൾ, അതിന് ചെലവിടുന്ന സമയത്തേക്കാൾ, അതിന് ചെലവഴിക്കുന്ന അധ്വാനത്തെക്കാൾ നിങ്ങൾ സമയവും അധ്വാനവും ചെലവഴിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട് നിങ്ങളുടെ ദീൻ പഠിക്കാനാണ്. പ്രത്യേകിച്ച് ഈ ദീനിൻ്റെ അഖീദ, വിശ്വാസം പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പഠിക്കുക. കാരണം നിങ്ങൾ നോക്കൂ, അഖീദ ഉറച്ചാലേ ആ ശരിയായ അഖീദ വെച്ചു പുലർത്തുന്ന നാടുകളുടെ വില, അവിടെയുള്ള ഭരണാധികാരികളുടെ വില, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളുടെ വില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ശരിയായ വിശ്വാസം ഒരാൾ കുറച്ചില്ലെങ്കിലോ? നോക്കൂ നിങ്ങൾ, തൗഹീദിൻ്റെ വിലയറിയുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇറാൻ പോലുള്ളൊരു നാട്ടിനെ അതിനനുകൂലിച്ച് അതിനെ പിന്തുണച്ച് സംസാരിക്കാൻ കഴിയുക? ദർഗകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള, അതുപോലെ എല്ലാവിധ വൃത്തികേടുകളും നിറഞ്ഞിട്ടുള്ള, ഇസ്ലാമിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പൊളിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു നാട്ടിനെ അതിനെ തൗഹീദിൻ്റെ സൗദി അറേബ്യ പോലുള്ള നാടുകളുമായി താരതമ്യം ചെയ്യാൻ പോലും ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അഖീദയുടെ വിലയറിഞ്ഞൊരു മനുഷ്യൻ, കാരണം അഖീദയാണ് ഈ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി, അഖീദ തൗഹീദ് വിലയില്ലാത്തവരുവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസാരാണ്. ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സംസാരം കേട്ടു. സംസ്ഥാന സുന്നി എന്നറിയപ്പെടുന്നൊരു സുന്നി ഉണ്ടല്ലോ, APEK ഒക്കെ പോലെ അറിയപ്പെട്ട വേറൊന്നാണ് സംസ്ഥാനം. അതിൻ്റെ വലിയ നേതാവാണ് നജീബ് മൗലാന. ഈ ഷിർക്കിനും ഖുറാഫാത്തിനൊക്കെ താത്വികമായി ന്യായങ്ങൾ ചമഞ്ഞ് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന, ദീനിന് വിരുദ്ധമായ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ താത്വികമായ അത് ഒരു ഇൽമിൻ്റെ മേമ്പടയൊക്കെ വെച്ച് പ്രചരിപ്പിക്കുന്ന ആളാണ് നജീബ് മൗലാന. ഈ നജീബ് മൗലാനയോട് ഇങ്ങനെ ഈ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പറയുകയാണ്, എന്ത് നമ്മൾ ഇറാനെ എതിർക്കുകയില്ല, അയാളുടെ വാക്ക് അതുപോലെയല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ഇറാൻ്റെ കൂടെ, ഇറാനെതിരിലല്ല നമ്മൾ നിൽക്കുക. എന്താ കാരണം? എന്നിട്ട് അയാൾ പറയുന്നത് എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കി, സൗദി അറേബ്യ, മക്കയും മദീനൊക്കെ അടങ്ങുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യക്കെതിരിൽ ഏതെങ്കിലും ഒരു അമേരിക്കയോ ഇസ്രായേലോ തിരിഞ്ഞാൽ അത് വഹാബികളുടെ നാടാണ് എന്ന് പറഞ്ഞ് നമ്മൾ സൗദി അറേബ്യക്കെതിരെ നിൽക്കുമോ? എന്ത് വന്നാലും ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ ഭരണകൂടമാണെങ്കിലും മുസ്ലിം ഭരണകൂടമല്ലേ, മുസ്ലിങ്ങളല്ലേ എതിർക്കപ്പെടുന്നത്. ഇപ്പം മക്ക അടങ്ങുന്ന സൗദി അറേബ്യയെ എതിർക്കുന്നു ഇസ്രായേൽ. സൗദി അറേബ്യ ഇസ്രായേൽ എതിർക്കുകയാണെങ്കിൽ സൗദി അറേബ്യ വഹാബി രാഷ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനോട് മാനസികമായി അടുക്കരുത് എന്നാണോ? അതാരെയും പറയോ? ചോദ്യം നിങ്ങൾ നോക്കി, എന്താ സമീകരണം നോക്കി, എന്താ കൂട്ടിക്കെട്ടൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ല കൂട്ടരെ, നിങ്ങൾ ഇറാൻ്റെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. നിങ്ങൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ദീൻ ഉണ്ടായത് അവിടെ നിന്നാണ്. ആ റാഫിദികളുടെ അവരുടെ ദർഗകളും അവരുടെ ഉറൂസുകൾ, അവരുടെ മൗലിദുകൾ, അവരുടെ റാത്തീബുകളും സിവിലും ക്രിമിനലും ഒക്കെ ആ കൗമിൻ്റെ അടുത്ത് നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് പറ്റിയത് അവരുടെ കൂടെ നിൽക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി, കുട്ടി മുസ്ലിയാക്കന്മാർ റാഫിദികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുകയാണ്, അവരെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ യഥാർത്ഥ ശത്രു അവരുടെ ഇവരുടെ റാഫിദുകളുടെയും ഈ സൂഫികളുടെയും ഈ ഖബറാരാധകരുടെ ഒക്കെ ശത്രു ആരാ? എല്ലാവരുടെയും ശത്രു വഹാബികളാണ്. എന്താ വഹാബിയത്ത്? നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് എന്താണ് കൂട്ടരെ? നജീബ് മൗലാനയോട് നമ്മൾ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന വഹാബിയത്ത് എന്താണ്? എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്താണ് നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുക? നമ്മൾ വെല്ലുവിളിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് എന്ന് പറയുന്ന ദീനിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമാണ് ഇവർ ഈ പറയുന്ന വഹാബിയത്ത്. അതുകൊണ്ട് ആ വഹാബിയത്തിനെതിരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിനെതിരിലാണ് ഇവർ നിലകൊള്ളുന്നത്. ആ ഇസ്ലാം മുറുകെ പിടിച്ചതുകൊണ്ട് നമ്മൾ വഹാബിയാണോ? സന്തോഷം. ഒരു കവി മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ, ഇൻകാന താബിഉ അഹ്മദിൻ മുതവഹിബൻ ഫഅനൽ മുഖറു ബിഅന്നനി വഹാബി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് അത് വഹാബിയത്താണെങ്കിൽ സമ്മതിച്ചാലാണ്, ഞാൻ വഹാബി തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, ദീൻ പഠിക്കുക, അഖീദ പഠിക്കുക.